പ്രിയപ്പെട്ടവരെ, സമയം 9 മണി കഴിഞ്ഞ് 34 മിനിറ്റ്. അമ്മയിൽ നമ്മുടെ താരസംഘടനയിൽ ചിലത് സംഭവിക്കുന്നു. പ്രസിഡന്റ് ശ്വേത മേനോനെതിരെ സംഘടനയിൽ പടയൊരുക്കം. ശ്വേതയ്ക്കെതിരെ അമ്മ പെൺമക്കൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അഭിപ്രായ രൂപീകരണത്തിന് ശ്രമം. തെരഞ്ഞെടുപ്പ് വേണോ, ശ്വേത തുടരണമോ എന്നാണ് ചോദ്യം. വാട്സപ്പ് ചാറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നേരത്തെ ശ്വേതയെ പുറത്താക്കിയതാണ്. വാട്സപ്പിൽ പ്രചരിച്ച ഓഡിയോകളുണ്ട്, ഒന്ന് കേൾക്കും. വോക്കലായിട്ട് തുറന്നു പറയുന്നവരുടെ മാത്രം അഭിപ്രായം ആകരുത് മുന്നോട്ട് വരുന്നത്. സത്യസന്ധമായിട്ട് ഈ ഗ്രൂപ്പിലുള്ളവരെങ്കിലും ഒരു പോളിംഗ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞാൽ അതിനകത്ത് ഒരു നാണക്കേടും വിചാരിക്കേണ്ടതില്ല. എന്താണെന്ന് എല്ലാവരും അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ എന്താണ് സ്റ്റാൻഡ് എടുക്കേണ്ടതെന്ന് കുറിച്ച് ഞങ്ങൾക്കൊരു വ്യക്തത വരും. അറ്റ്ലീസ്റ്റ് പൊതുവെ പോയിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരാണ് ഞാനൊക്കെ. നിതിൻ സീവനുണ്ട്. നിതിൻ സീവർ, ശ്വേതയ്ക്കെതിരെ പടയൊരുക്കമാണോ വാട്സപ്പ് ഗ്രൂപ്പിൽ? ശ്വേത ഇല്ലാത്ത വാട്സപ്പ് ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഈ ജനറൽ ബോഡി യോഗത്തിന് ശ്വേത മേനോൻ താൻ രാജിവെച്ച് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ് പുറത്തു പോയതാണ്. അന്ന് മുതൽ ഈ താരസംഘടനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും തന്നെ അവസാനിച്ചിട്ടില്ല. ഒടുവിൽ താരസംഘടനയും അതിന്റെ അഡ്ഹോക് കമ്മിറ്റിയും കോടതി കയറുന്നൊരു സാഹചര്യത്തിലേക്കും എത്തി. കോടതി ഉത്തരവിനെ തുടർന്ന് ശ്വേത മേനോൻ അടക്കമുള്ളവർ തിരികെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഈ താരസംഘടനയിലെ സ്ത്രീകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കുന്നത്. അവിടെ ഒരു അഭിപ്രായ രൂപീകരണം, ഒരു വാട്സപ്പ് വോട്ടെടുപ്പ് തന്നെ നടക്കുന്നുണ്ട്. വോട്ടിങ്ങിൽ നിലവിൽ 32 പേരാണ് ഈ സമയം വരെ വോട്ട് ചെയ്തിട്ടുള്ളത്. 32 പേരും തിരഞ്ഞെടുപ്പ് നടത്തണം, ശ്വേത അടക്കമുള്ളവർ മാറണമെന്ന അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഉഷ ഹസീന അല്ലെങ്കിൽ മാല പാർവതി അടക്കമുള്ള താരങ്ങളാണ് ഇത്തരത്തിൽ ഈ ഗ്രൂപ്പിലുള്ളത്. മുഴുവനങ്ങൾ ഏകദേശം ഈ താരസംഘടനയിലെ വനിതാ അംഗങ്ങൾ എല്ലാവരും തന്നെയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ പ്രിയങ്ക അടക്കമുള്ളവർ ഇതിൽ എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ പക്ഷേ ഇതിൽ വലിയ തോതിലൊരു വോട്ടെടുപ്പ് നടത്തുന്നുണ്ട് താരസംഘടന. പ്രത്യേകിച്ച് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അമ്മയുടെ മക്കളെ ഉപേക്ഷിച്ച് പോയവരാണ് നിലവിലുള്ള താരസംഘടനയിലെ ഭാരവാഹികൾ. അവർ ഇപ്പോൾ ഇത്തരത്തിൽ കോടതി ഉത്തരവ് കൊണ്ട് തിരിച്ചു വന്നാലും അവർക്ക് എങ്ങനെയാണ് തുടരാനാവുക? അതിലൊരു ധാർമ്മിക പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് അവരെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാവുക? ഇത്രയും കാലം അവരെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഈ സംഘടനയിൽ നിന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം അവർക്കുണ്ടായ ദേഷ്യത്തിന് പുറത്ത് എല്ലാം ഉപേക്ഷിച്ച് പുറത്തു പോയവർ പിന്നീട് അവർക്ക് മനസ്സുമാറി തിരികെ വരുമ്പോൾ അവരെന്ത് വിശ്വസിച്ചാണ് ഇനിയും അവർക്കൊപ്പം നിൽക്കേണ്ടതെന്നാണ് പറയുന്നത്. ജനറൽ ബോഡിയിൽ ബാബുരാജ് ഈ BJPയുമായി ബന്ധപ്പെട്ട് 2 കോടിയുടെ ആരോപണം ഉന്നയിച്ചപ്പോൾ അതിൽ കൃത്യമായി മറുപടി നൽകുകയായിരുന്നു ശ്വേത മേനോൻ ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ ഇത്തരത്തിൽ മറുപടി നൽകാതെ, ആരോപണങ്ങൾക്ക് മറുപടി നൽകാതെ ഇറങ്ങിപ്പോയതിനു ശേഷം പിന്നീട് എഴുതി തയ്യാറാക്കിയ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി വരുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാനാവുക എന്നാണ് അവർ ചോദിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ താരസംഘടനയിലെ വനിതാ അംഗങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അല്ലെങ്കിൽ ഏകദേശം മുഴുവൻ ആളുകളും നിലവിലുള്ള ഭരണസമിതി മാറണം, അവർ രാജിവെച്ച് ഒഴിയണം, ജനറൽ ബോഡി വിളിച്ചു ചേർക്കണമെന്ന അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ജനറൽ ബോഡി വിളിച്ചു ചേർക്കുമ്പോൾ അതിൽ തങ്ങളുടെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്താനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നിതിനാണ് വിവരങ്ങൾ നൽകിയത്. സാധാരണ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളൊക്കെ കൂടി അംഗമാകുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളങ്ങ് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള പരിദൂഷണമായിരിക്കും. അതൊരു സ്വാഭാവികമായിട്ടുള്ള രീതിയാണല്ലോ.